Listen once again. Our animal friends. Sheep, first picture. Sheep gives us wool. Okay. Who gives us wool? Sheep. Sheep gives us wool. And the next one, cows and buffaloes gives us milk. Okay. Cows and buffaloes gives us milk. These are our animal friends. Okay. Cows and buffaloes gives us milk. Then hens give us eggs. Hens give us eggs. കോഴിയാണല്ലേ നമുക്ക് മുട്ട തരും എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. Hens give us eggs. Then honeybees make honey. Honeybees make honey. Then donkeys carry loads from one place to another place. Donkey carry loads. Then dogs guard our house. Dogs guard our house. എല്ലാവരും എന്ത് ചെയ്യുക? ഇത് നന്നായി വായിച്ചു നോക്കുക. എന്നിട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇത് ഈ ചെറിയ സെന്റൻസ് ആണ്. ആ സെന്റൻസ് നന്നായിട്ട് വായിക്കണം കേട്ടോ. ഫസ്റ്റ് വൺ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വായിക്കാൻ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മിസ് വായിക്കുമ്പോ കൂടെ നോക്കുക കേട്ടോ. ഷീപ്പ് ഗിവ് us wool. All of you read with me. അവിടുന്ന് ഒന്ന് വായിച്ച് എല്ലാവരും നോക്കട്ടെ. ഷീപ്പ് ഗിവ് us wool. ഷീപ്പാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? വൂള്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടല്ലോ. ഷീപ്പിന്റെ തിക്ക് ഹെയർ ആണ് കട്ട് ചെയ്തിട്ട് എന്ത് വൂളും പിന്നെ വൂളൻ ഡ്രസ് ഒക്കെ മേക്ക് ചെയ്യുന്നത്. നമ്മൾ വിന്ററിൽ വൂളൻ ഡ്രസ് ആണ് വെയർ ചെയ്യുക. വൂളൻ ഡ്രസ് കീപ്പ് us always warm എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? So sheep give us wool. Then cows and buffaloes give us milk. Cows and buffaloes give us milk. Then hens give us eggs. Hens give us eggs. Then honeybees make honey. Honeybees makes honey. Honey is very sweet. Okay. Honeybees makes honey. Then donkeys carry loads. We use donkeys for carry loads from one place to another place. Donkey carry loads. Delvin, please turn on your video. Then dogs guard our house. Dogs guard our house. ഡോഗ്സ് ആണ് നമ്മുടെ വീടിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ വീടിനെ ഗാർഡ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ കഴിഞ്ഞ ദിവസം. Then listen, dip your thumb in next page. മിസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര പേര് ചെയ്തു? Dip your thumb in different colors, press it as shown in the picture of a rabbit. ഇഷാനി ഷാനു ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. നന്നായിട്ടുണ്ട് കേട്ടോ ഇഷാനി. സൂപ്പർ. Then വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അത്? ആദിയ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ് ആദിയ. എയ്ഡൻ ജെ മാത്യു, വെരി ഗുഡ് എയ്ഡൻ, നന്നായിട്ടുണ്ട്. ഫാത്തിമ മെഹറിൻ, ഓക്കെ മെഹറിൻ നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. യെല്ലോ റാബിറ്റ് ആണ്. യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, കുറെ കളർ റാബിറ്റ് ഒക്കെ ഉണ്ട് എല്ലാവർക്കും. ഫാത്തിമ മെഹറിന്റെ യെല്ലോ ആണ്. ദെൻ ഒരു പിങ്ക് കളർ റാബിറ്റ് ഉണ്ടല്ലോ റിയാന്റെ, നന്നായിട്ടുണ്ട് കേട്ടോ റിയാൻ, വെരി ഗുഡ്. റിയാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരൊന്നും ചെയ്തിട്ടില്ലേ? മുഹമ്മദ് ഷാസിൽ, വരിസ് യുവർ റാബിറ്റ്? ചെയ്തിട്ടില്ല. എന്താ ചെയ്യാതിരുന്നേ? ചെയ്യണ്ടേ? അൺമ്യൂട്ട് ചെയ്തേ. എന്താണ്? കൈ മുക്കിയിട്ട് ചെയ്യേണ്ടതാണല്ലേ. എന്ത് ചെയ്യാ? കളറിൽ ഇങ്ങനെ ഫിംഗർ ഡിപ്പ് ചെയ്യാ, എന്നിട്ട് അതിങ്ങനെ എല്ലാ സ്ഥലത്തും ടച്ച് ചെയ്ത് കൊടുക്കുക അല്ലെ, കളർ ചെയ്യുന്ന പോലെ. നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ ചെയ്യാത്തവര് മുഴുവൻ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ് ആവുമ്പോഴേക്കും ചെയ്തിട്ട് വരണം കേട്ടോ. Then next page, take the next page. So today we are going to study about insects. Okay, page number 106. Insects. What is insect? Do you know what is an insect? എന്താണ് ഇൻസെക്റ്റുകൾ? ആർക്കെങ്കിലും അറിയാമോ എന്താണ് ഇൻസെക്റ്റ് എന്ന്? ആർക്കാ? അൻവിതയ്ക്ക് അറിയാന്ന് പറയുന്നുണ്ട്. വാട്ട് ഇസ് ഇൻസെക്ട് അൻവിത? പ്രാണികൾ അല്ലേ? യെസ്, പ്രാണികളാണല്ലേ. സ്മോൾ ആനിമൽസ്, ചെറിയ ആനിമൽസ് ആണ് സ്മോൾ
ആനിമൽസ് ചെറിയ പ്രാണികളാണ് അല്ലെ ഇൻസെക്റ്റുകള് വളരെ ചെറുതായിരിക്കും അവര് സോ ഇൻസെക്റ്റുകൾക്ക് വേറെ സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ടല്ലോ എന്തായിരിക്കും they have 6 legs അവർക്ക് 6 കാലുകളും ഉണ്ടാവും ഇൻസെക്റ്റിന് അല്ലേ so insect means small animals called insects and they have 6 legs 6 കാലുണ്ടാവും ഇൻസെക്റ്റുകൾക്കെല്ലാം വളരെ ചെറുതായിരിക്കും അല്ലേ അവര് so we are going to study about some of the insects okay so look at the first picture what is that the first one what is that what is that Umar the first picture എന്താണ് ഉമറെ ആദ്യത്തെ ചിത്രത്തിലുള്ളത് Butterfly. yes that's butterfly okay butterfly is an insect okay butterfly എന്താണ് ഒരു insect ആണ് അല്ലേ ബട്ടർഫ്ലൈയും എന്താണ് ചെറുതാണ് insect ആണത് അതിന് 6 കാലുകൾ ഉണ്ടാവും so അതുകൊണ്ടാണ് ഇവരെ എന്ത് പറയാറ് ഷഡ്പദങ്ങൾ എന്നും പറയും കാരണം 6 കാലുകൾ ഉള്ളത് കൊണ്ട് so insect means small animals so butterfly is an insect okay butterfly എന്താണ് ഒരു insect ആണ് next one എന്താണ് next picture Riyan what is the next one second one എന്താണ് ആ മൊബൈൽ താഴെ പോയോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവിടെ അല്ലേ റിയാൻ ഓക്കെ ഓക്കെ റിയാൻ റിയാൻ പറയുന്നത് മിസ്സിന് ക്ലിയർ ആവുന്നില്ല ആൻഡ് which is the second picture Aiden Aiden Beetle. yes that is beetle beetle ആണല്ലേ എന്താണ് beetle beetle എന്താണ് എന്താണ് ഇഷാനി beetle വണ്ടാണല്ലേ വണ്ട് ബീച്ചിൽ വണ്ടിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ചിലപ്പോ വീട്ടിലൊക്കെ വരാറുണ്ട് ഇത് നമ്മള് ലൈറ്റ് ഒക്കെ കാണുമ്പോ അതിന്റെ അടുത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് നടക്കാറുണ്ട് ഈ ബീച്ചില് സോ ബട്ടർഫ്ലൈ ബീറ്റിൽ ഇതിനൊക്കെ എന്താണ് 6 ലെഗ്സ് ആണ് ഉണ്ടാവുക അല്ലെ 6 കാലുകൾ ഉണ്ടാവും ഇതിനൊക്കെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും സോ ഇതൊക്കെ എന്താണ് ഇൻസെക്റ്റ് ആണ് ബീറ്റിൽ വണ്ടുകൾ അല്ലേ then next one third one what is the third one നിതാഷ എന്താണ് മോളെ നിതാഷ അടുത്തത് wasp ആ എന്താണ് വാസ്പ് എന്ന് വെച്ചാല് ആ കടന്നലുകളാണല്ലേ വാസ്പ് കടന്നലുകളുടെ കുത്ത് കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും എന്താണ് നിതാഷേന്റെ വീട്ടിലുണ്ടായിരുന്നല്ലേ നിതാഷേന്റെ വീട്ടിലുണ്ടായിരുന്നു വാസ്പ് അത് കുത്തിയാൽ നല്ല വേദനയാണല്ലേ നല്ല വേദനയല്ലേ വാസ്പ് ഒക്കെ കുത്തിയാൽ ആണ് നല്ല വേദനയാണ് സോ വാസ്പ് തേർഡ് വൺ വാസ്പ് ആണ് കടന്നല് അല്ലേ കടന്നലാണ് അത് കുത്തിക്കഴിയുമ്പോ എന്താണ് നല്ല വേദന ഉണ്ടാവും അപകടങ്ങളൊക്കെ സംഭവിക്കും അല്ലേ ചിലപ്പോ വളരെ ഡേഞ്ചർ ആണ് അത് സോ വാസ്പ് then next one what is the next picture ആദിയ ഏതാണ് മോളെ അടുത്തത് ant അല്ലേ ant എന്ന് വെച്ചാൽ എന്താണ് ഉറുമ്പ് അല്ലേ ഉറുമ്പ് ant അതും എന്താണ് ഒരു ഇൻസെക്റ്റ് ആണ് അല്ലേ വളരെ ചെറുതാണ് അത് ഇൻസെക്റ്റ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികളെയാണ് we called insect ഇതിനെയാണ് നമ്മൾ ഇൻസെക്റ്റ് എന്ന് പറയാ അപ്പൊ എന്താണ് വളരെ ചെറുതാണ് നമ്മുടെ ആന്റും വളരെ ചെറുതാണ് കാണാൻ വേണ്ടിയിട്ടൊക്കെ so butterfly beetle wasp and these are insects then next one what is the next picture Adish please turn on your video and the next one എന്താണ് മോനെ അടുത്തത് what is that grasshopper അല്ലേ അതെന്താണ് എന്ത് ജീവിയാണത് ആദിഷേ
ഗ്രാസ് ഹോപ്പർ എന്ന് വെച്ചാൽ എന്താണ്? ആ യെസ്, എന്താണ്? പുൽച്ചാടി അല്ലേ? ഗ്രാസ് ഹോപ്പർ പുൽച്ചാടിയാണ് അല്ലേ? പച്ചത്തുള്ളൻ എന്നൊക്കെ പറയും അല്ലേ? പച്ചത്തുള്ളൻ, പുൽച്ചാടി എന്നൊക്കെ പറയുന്ന ഗ്രാസ് ഹോപ്പർ. ഇതെന്താണ്? ചാടി ചാടി നടക്കും അല്ലേ? ചാടി ചാടിയാണ് പോവാറ്. പുല്ലുകളിലാണ് ഉണ്ടാവാറ് മിക്കവാറും. പുല്ലൊക്കെ തിന്നോണ്ട് ഇങ്ങനെ പുല്ലൊക്കെയാണ് ഇത് ഭക്ഷണമായിട്ട് കഴിക്കുക. പുല്ല് ഇലകളൊക്കെയാണ് ഇത് കഴിക്കുക. പുല്ലുകളിലൊക്കെ ഉണ്ടാവും ഇത്. സോ ഇറ്റ് ഈസ് കോൾഡ് ഗ്രാസ് ഹോപ്പർ. ഗ്രാസ് ഹോപ്പർ ആണ് അല്ലേ? നല്ല ഗ്രീൻ കളറിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനെ? ഗ്രാസ് ഹോപ്പറിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവും അല്ലേ? പുൽച്ചാടി ഇങ്ങനെ ചാടി ചാടി നടക്കാറുണ്ട് പുല്ലുകളുടെയും കാടിന്റെയും ഒക്കെ ഇടയിൽ. Then next one, മുഹമ്മദ് ഷാസിൽ നെക്സ്റ്റ് പിക്ചർ ഏതാണ്? ഗ്രാസ് ഹോപ്പർ കഴിഞ്ഞിട്ട് എന്താണത്? honey bee. Yes, it is honey bee. അത് honey bee ആണല്ലേ? honey bee. What is honey bee? Honey. Honey bee makes honey എന്ന് നമ്മൾ ഇപ്പൊ പഠിച്ചല്ലോ. തേൻ ഉണ്ടാക്കും അല്ലേ? ഇതിന്റെ പേരെന്താണ്? തേനീച്ചയാണല്ലേ? തേനീച്ച. തേനീച്ചയും ബൈറ്റ് ചെയ്യാറുണ്ട് ആൾക്കാരെ. തേനീച്ചയുടെ ബൈറ്റും എന്താണ്? നല്ല വേദനയൊക്കെ ഉണ്ടാവും അല്ലേ? ഹണി ബി, തേനീച്ച. ഹണി ബി. Then next one ഏതാണ്? നെക്സ്റ്റ് വൺ ഏതാണ്? ഫാത്തിമ മെഹറിൻ. ആൻഡിലാണോ ഉള്ളത്? നമ്മളിപ്പോ ആൻഡും കഴിഞ്ഞു, ഗ്രാസ് ഹോപ്പറും കഴിഞ്ഞു, ഹണി ബിയും കഴിഞ്ഞിട്ട് അടുത്തതാ മിസ് ചോദിച്ചത്. Housefly. Yes, it is housefly. What is housefly? എന്താണ് housefly? ഈച്ചയാണ് അല്ലേ? ഈച്ച നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും അല്ലേ? എന്തെങ്കിലും വളരെ ഡേർട്ടി ആയിട്ടുള്ള പ്ലേസിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സും അത് ഇതൊക്കെ കൊണ്ടുവച്ചാലൊക്കെ ചിലപ്പോൾ ഈ ഈച്ചകളൊക്കെ വരും അല്ലേ? അപ്പൊ ഹൗസ് ഫ്ലൈ ഈച്ചകളാണ് അല്ലേ? ഈച്ച. നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഫുഡ് കഴിക്കുന്ന ഫുഡും നമ്മുടെ കുടിക്കുന്ന വെള്ളവും ഒക്കെ എപ്പോഴും നന്നായി അടച്ചു വെക്കണം എന്നൊക്കെ പറയാറില്ലേ? ഈ ഈച്ചകളൊക്കെ പല സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഫുഡിലൊക്കെ വന്നിരിക്കും അല്ലേ? അപ്പോഴാണ് നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവുക. ഫുഡിൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് അസുഖങ്ങളൊക്കെ വരും അല്ലേ? സോ ഹൗസ് ഫ്ലൈ അവിടെ ഇവിടെ ഒക്കെ പോയിരിക്കും. എന്നിട്ട് നമ്മൾ കഴിക്കേണ്ട ഫുഡൊക്കെ നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മോളെ ആയിഷ? ഞാന് മറ്റന്നാളെ നാട്ടില് വരും. ആണോ? മറ്റന്നാൾ നാട്ടിൽ വരുന്നുണ്ടോ? നമുക്ക് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവരൂല്ലേ? കൊണ്ടുവരുവോ? ഓക്കെ, മറ്റന്നാൾ നാട്ടിൽ വരും. നാട്ടിൽ വന്നിട്ട് നമ്മളെ കാണാൻ വരണം കേട്ടോ സ്കൂളിലേക്ക്. നമ്മള് നാളെ ടെസ്റ്റ് ചെയ്യും. നാളെ ടെസ്റ്റ് ചെയ്യും അല്ലേ? എന്നിട്ട് മറ്റന്നാൾ വരും അല്ലേ? അമാനയുടെ വീട് ഇവിടെ എവിടെയാണ് നാട്ടില്? തിരുവാമ്പയാണോ? ആണല്ലേ? നാട്ടിൽ വന്നിട്ട് ഫ്രീ ആവുമ്പോ നമ്മളെ ടീച്ചേഴ്സിനെ ഒക്കെ കാണാൻ വേണ്ടി സ്കൂളിൽ വരണം കേട്ടോ. ഓക്കെ. ഞാൻ ഹൗസ് ഫ്ലൈനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഹൗസ് ഫ്ലൈക്ക് എന്താണ്? നമ്മള് തുറന്നു വെച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളിലൊക്കെ ഇത് അവിടെ ഇവിടെ ഒക്കെ പോയിരുന്നിട്ട് നമ്മുടെ ഫുഡിലൊക്കെ വന്നിരിക്കും. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ ഈ ഹൗസ് ഫ്ലൈ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈച്ചകൾ എവിടെയെങ്കിലും വന്നിരുന്ന അവരെന്താ ചെയ്യാറെന്ന് കണ്ടിട്ടുണ്ടോ? ഈച്ചകള് അവിടെ ഇവിടെ ഒക്കെ പോയിരിക്കും. എന്നിട്ട് അവര് നമ്മൾ എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ ഒക്കെ തുറന്നു വെച്ചാല് അതിൽ വന്നിരുന്നിട്ട് ഈച്ചകളുടെ മുമ്പിലുള്ള 2 കൈ ഉണ്ടല്ലോ, കാലുകളാണ് അവരുടേത്. ആ മുമ്പിലുള്ള 2 ലെഗ്സ് അത് ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരക്കാണ് ചെയ്യാറ്. അപ്പോൾ അതിന്റെ കയ്യിലുള്ള ആ ഡേർട്ടി ആയിട്ടുള്ള എന്താണ് വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫുഡിലാണ് വീഴുക. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, എന്നാലും എന്താണ് അതിന്റെ
ഫുഡും നമ്മുടെ ഫുഡിൽ അത് അവിടെ ഇവിടെയൊക്കെ പോയിട്ടുള്ള വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ രണ്ട് കൈയും കൊണ്ട് ഇങ്ങനെ ഉരച്ചിട്ട് നമ്മുടെ ഫുഡിൽ ഇടാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഈച്ചകൾ വന്നിരുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത് എന്നൊക്കെ പറയുന്നത്. എപ്പോഴും കഴിക്കുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം, നന്നായിട്ട് അടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കണം അല്ലേ. ഈച്ചകളൊക്കെ എവിടെയൊക്കെ പോയിരിക്കും, ചെളിയിലും മണ്ണിലും എല്ലാ വേസ്റ്റിലും ഇരുന്നിട്ടായിരിക്കും വരുന്നത് അല്ലേ. എന്ത് ചെയ്യാ, കഴിക്കുന്ന ഫുഡൊക്കെ നന്നായി അടച്ചു വെച്ച് വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, കഴിക്കാൻ വേണ്ടി അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് എന്താണ് അഭിനവ്? നെക്സ്റ്റ് വായിച്ചു മോനെ, ഏതാണ് ആഫ്റ്റർ ഹൗസ് ഫ്ലൈ? Dragonfly. Yes, it is dragonfly. What is dragonfly? Dragonfly എന്താണ് അഭിനവേ? Dragonfly. തുമ്പി. തുമ്പിയാണല്ലേ, തുമ്പി. പല നിറത്തിൽ ഇത് ഉണ്ടാറുണ്ടല്ലേ. കണ്ടിട്ടില്ലേ കൊറേ തുമ്പികൾ ഇങ്ങനെ പറക്കുന്നത്? കണ്ടിട്ടില്ലേ തുമ്പീനെ? തുമ്പി അല്ലേ, കൊച്ചു തുമ്പി എന്നൊക്കെ പറയും നമ്മള്. ഇതിന്റെ ഈ ബോഡി ഇപ്പൊ ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് റെഡ് കളർ ആണ്, പക്ഷെ ബ്ലാക്കും ഗ്രീനും അങ്ങനെ യെല്ലോയും പല നിറത്തിലാണ് ഈ ഡ്രാഗൺ ഫ്ലൈ ഉണ്ടാവുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനെ അല്ലേ. ചില ആളുകൾ ഈ തുമ്പീനെ പിടിക്കാറുണ്ട്, അവിടെ ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോ ഇതിനെ പിടിച്ചിട്ട് പോവാറുണ്ട്. ഇതിന്റെ വാല് നല്ല നീളം ഉള്ളതുകൊണ്ട് അതിന് പിടിച്ചിട്ട് തുമ്പീനെ കൊണ്ട് നടക്കാറുണ്ട്. അപ്പൊ ഡ്രാഗൺ ഫ്ലൈ. നെക്സ്റ്റ് വൺ ഫാത്തിമ ജാബർ, എന്താണ് മോളെ നെക്സ്റ്റ്? ഡ്രാഗൺ ഫ്ലൈ കഴിഞ്ഞിട്ട് Mosquito. yes, it is mosquito. What is mosquito? കൊതുക്. കൊതുക്. മോസ്കിറ്റോ എന്താണ്? കൊതുകാണല്ലേ. കൊതുക് അടിക്കാറുണ്ടോ? ഇല്ല. ഇല്ല അല്ലേ. കൊതുകിനെ കടിക്കാൻ സമ്മതിക്കരുതല്ലേ. കൊതുകൊക്കെ കടിക്കുമ്പോ എന്താണ്, അസുഖങ്ങൾ ഉണ്ടാവും അല്ലേ. പല അസുഖങ്ങളുടെയും വൈറസ് ഒക്കെ കൊണ്ടാണ് ആര് വരിക, കൊതുകൊക്കെ വരിക. അപ്പൊ എന്ത് ചെയ്യണം, കൊതുകിനെ കടിക്കാനൊന്നും ആരും സമ്മതിക്കരുത് അല്ലേ. കൊതുക് ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നതൊക്കെ ഒഴിവാക്കുക, നമ്മുടെ വീടും ഒക്കെ നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുക. അങ്ങനെ ആവുമ്പോ എന്താണ്, കൊതുകൊന്നും ഉണ്ടാവില്ല അല്ലേ. മോസ്കിറ്റോ. ദെൻ എന്താണ് നെക്സ്റ്റ്? ഏഡൻ തോമസ്, what is next one? Ladybird. What is ladybird? എന്താണ് ladybird? അറിയാമോ? ആർക്കെങ്കിലും അറിയോ ladybird എന്താണ്? ചെറിയ ഒരു വണ്ടാണല്ലേ. ചെറിയ ടൈപ്പ് ഒരു വണ്ടാണ് അല്ലേ നിതാഷ? എന്താണ് ladybird? Ladybug. ladybird ആണ്. കണ്ടിട്ടുണ്ടല്ലേ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബീറ്റിൽ. ഓക്കെ, ബീറ്റിലിന്റെ ഒക്കെ ഒരു ടൈപ്പ് ആണത്. ചെറിയ ഒരു വണ്ടാണ് അല്ലേ, ചെറുതായിട്ട്. അതിന് വട്ടച്ചാഴി എന്നൊക്കെ പറയാറുണ്ട്. ചിലപ്പോ വട്ടത്തിലാണ് അതിന്റെ ബോഡി ഒക്കെ ഉണ്ടാവുക. അതില് റെഡ് കളറില് ബ്ലാക്ക് സ്പോട്ട് ഉണ്ട് അതിന്റെ ദേഹത്ത് നിറയെ. നിതാഷ കണ്ടിട്ടുണ്ടോ ladybird-നെ? കണ്ടു അല്ലേ. എവിടുന്നാ കണ്ടേ? റബ്ബറിന്റെ മേലെയോ വീട്ടിലും അന്നേരം നമ്മുടെ സ്റ്റെപ്പിലുണ്ടായി ഞാൻ അതിനെ എടുത്തിനി. ആണല്ലേ. എടുത്തിട്ട് ഇതാക്കിനി. അതെല്ലേ. എവിടെയാണ്? റബ്ബറിന്റെ മുകളിലും അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാറുണ്ട് ഇത് ladybird. റബ്ബറിന്റെയും മുകളിൽ കയറി പോവാറുണ്ട് ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഈ ladybird-നെ കാണാറുണ്ട്. റെഡ് കളറാണ്. എന്താ മോളെ ആയിഷ? ഞാനും കണ്ടിന് മിസ്സേ. കണ്ടിട്ടുണ്ട് അല്ലേ. എവിടെയാ കണ്ടത്? എന്റെ ഒരു ഇക്കാക്കാന്റെ കയ്യിലുണ്ടായിനി. അതെ അല്ലേ. ആയിഷമാനെയും കണ്ടിട്ടുണ്ട് ladybird-നെ. Then next one, വായിച്ച് ഡെൽവിൻ. Cockroach. Yes, it is cockroach. What is cockroach? പാറ്റ. പാറ്റയാണല്ലേ. പാറ്റയാണ് കോക്രോച്ച്. ഇതിനെ കണ്ടിട്ടുണ്ടോ?
ഡെൽവിൻ കണ്ടിട്ടുണ്ടോ ഡെൽവിനെ? Yes. യെസ് കണ്ടിട്ടുണ്ട് അല്ലേ? കോക്രോച്ച്, പാറ്റ. ദെൻ ആദിശ്രീ അടുത്തത് വായിച്ചു മോളെ. Bug. യെസ് ബഗ്. വാട്ട് ഇസ് ബഗ്? എന്താണ് ബഗ്? വണ്ട് തന്നെയാണ് അല്ലേ? ഒരു ടൈപ്പ് വണ്ട് തന്നെയാണ്. പലതരം വണ്ടുകളുണ്ട്. ഒരു ടൈപ്പ് വണ്ട് തന്നെയാണ് ബഗ്. ഓക്കെ. സോ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. നമ്മുടെ ടൈം ഏകദേശം കഴിയാറായി. അതിനു മുമ്പ് നമുക്ക് ഈ ചെറിയ ഇൻസെക്റ്റിന്റെ ഒക്കെ ഒരു ചെറിയ വീഡിയോ കാണാം. നോക്കാലോ നമുക്ക്. ഇതൊക്കെ ഇൻസെക്റ്റുകളാണ് കേട്ടോ. And eat. On every pair of feet, a pair of tiny സോറി shoes. കാറ്റർപില്ലർ ആണിത്. They stopped his little feet from getting really, really sore. Then, one day, he didn't want to eat or walk at all. And suddenly, his shoes felt rather tight and rather small. Ouch! He had a quite surprising urge to find them all new feet. So he set off through the woods at once, wondering who he'd meet. He found a friendly woodlouse underneath some logs. Oh, hello. My job is to make college easier because students have a lot on their Sorry, Coach. plates. Like Harper, an econ major who piles കണ്ടോ? Insects for kids. Let's learn the names of insects. Butterfly, നമ്മളിപ്പോ പഠിച്ചില്ലേ ബട്ടർഫ്ലൈ ആണ് ഇൻസെക്റ്റ് ആണെന്നൊക്കെ. butterfly, bee, ബീ. ഓക്കേ. തേൻ കുടിക്കാണല്ലേ? കണ്ടോ? bee, ladybug, ലേഡി ബഗ്. കണ്ടിട്ടുണ്ടോ ഈ ലേഡി ബഗിനെ? ladybug, grasshopper, ഗ്രാസ് ഹോപ്പർ. grasshopper, ant, ant, caterpillar, കാറ്റർപില്ലർ. caterpillar, fly, ഫ്ലൈ. fly, കണ്ടോ അതിന്റെ കാലൊക്കെ ഇങ്ങനെ ഒരുക്കുന്നുണ്ടോ? അത് മിസ് നേരത്തെ പറഞ്ഞ പോലെ. millipede, മില്ലിപ്പേഡ്. എന്താണ് നമ്മുടെ അട്ടയൊക്കെ ഉണ്ടല്ലോ. മില്ലിപ്പേഡ്, സെന്റിപ്പേഡ്, അങ്ങനെ Millipede. കുറെ ഉണ്ട്.
Cricket. ഗ്രാസ് ഹോപ്പറിന്റെ ടൈപ്പ് വേറൊരു ഇൻസെക്റ്റ് ആണ് അല്ലേ? Cricket. വാസ്പ്. Wasp. Wasp. നമ്മുടെ ടൈം കഴിയാൻ പോവാണ് കേട്ടോ. Dragonfly. ഡ്രാഗൺ ഫ്ലൈ. തുമ്പികള്, ഡ്രാഗൺ ഫ്ലൈ, ഇതിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. Dragonfly. Cockroach. Cockroach. Worm. നമ്മുടെ മണ്ണിര ഉണ്ടല്ലോ. Worm. Cicada.